2020 ഫെബ്രുവരി 14 കേട്ടോ. അത് ഞാനന്ന് പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ഫസ്റ്റ് മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു സമയത്ത് ഞാൻ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ് അവിടെ. അന്ന് പാനിപ്പത്ത്, ഹരിയാനയിലെ പാനിപ്പത്ത് ആര്യ PG കോളേജിൽ വെച്ചിട്ട് ഒരു നാഷണൽ ലെവൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാമറ കാര്യങ്ങളൊന്നുമില്ല. ആകെ ഉള്ളത് ഒരു Redmi Note 7 Proൻ്റെ ഒരു ഫോണാണുള്ളത്. അപ്പോൾ ഞാൻ മമ്പാട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തിയ സമയത്താണ് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ഫോമിലേക്ക് ഞാൻ പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്താണ് എത്തിയത്. അങ്ങനെ ആ ഒരു സിനിമ, ആ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ കയ്യിലുണ്ട്. ഞാൻ അവിടെ പഠിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഞങ്ങൾക്കൊരു ഫുട്ബോൾ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സിറ്റിനകത്ത്. അപ്പോൾ നമ്മൾ മലപ്പുറം അല്ലെങ്കിൽ കേരളത്തിൽ നിന്നായതുകൊണ്ട് നമ്മളാണ് അവിടെ യൂണിവേഴ്സിറ്റിയിൽ ഫൈനൽ അതായത് ആ ഒരു കോമ്പറ്റീഷനിൽ ഒരു ടീം ഫൈനലിലെത്തിയ ഒരു ടീം, ഞാനാണ് ഗോൾ കീപ്പർ. അപ്പോൾ ആ സമയത്ത് വലിയ ടീമൊന്നുമല്ല, പക്ഷെ നല്ല രസമായിട്ടുള്ള വാശിയോട് കൂടുതൽ ഒരു ഇവൻ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ എല്ലാവരുടെയും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മലയാളീസാണ് ജയിച്ചിട്ടുള്ളത്. ആ വർഷം ചെയ്തു ഫൈനലിൽ ഹിന്ദിക്കാരെല്ലാവരും പാടൊരു ടീമാണ്. അങ്ങനെ നമ്മളവരോട് തോറ്റ്. അതിലാകെ സങ്കടമായി ഡെസ്പായി കണ്ട് ഇങ്ങനെ ഇരിക്കുക. കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു, കാരണം നമ്മൾ അത്ര അഹങ്കാരത്തോടു കൂടിയാണ് നടക്കുന്നത്. അങ്ങനെ അവിടുന്ന് തോറ്റു. ആ ഒരു ദിവസം ഞാൻ ലൈഫിൽ മറക്കൂല. നേരെ എന്ത് ചെയ്തു, ഹരിയാന, ഞാൻ നേരത്തെ പറഞ്ഞ ആര്യ PG കോളേജിൽ വെച്ചിട്ട് ഒരു കോമ്പറ്റീഷൻ നടക്കുക ഷോർട്ട് ഫിലിം. ക്ലാസ്സിലെ കുട്ടികളൊക്കെ, മാസ് കമ്മ്യൂണിക്കേഷൻ പഠിച്ച ക്ലാസ്സിലെ കുട്ടികളൊക്കെ ആ കോമ്പറ്റീഷന് പോയി. ഞാനും പോയി. അതിൽ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ക്യാമറ ചോദിച്ചിട്ടോ. അതിൽ ആ ഒരു സമയത്ത് CA NRC വിഷയമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഇൻവോൾവ് ആയതുകൊണ്ട് ഞാൻ അന്ന് ഡൽഹിയിൽ പോയിരുന്നു. ഞാനന്ന് JNUവിലൊരു ഫുട്ബോൾ കോമ്പറ്റീഷൻ നടക്കുക. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ അവിടെ പോയതുകൊണ്ടൊക്കെ ഇവർ നമ്മളൊരു നോട്ടപ്പുള്ളിയാക്കി നിൽക്കുന്ന സമയമാണ്. അതിൽ എനിക്കെന്തില്ല, ക്യാമറ തന്നില്ല. അതായത് അവിടുന്ന് എല്ലാവർക്കും ഫണ്ട് കൊടുക്കുന്നുണ്ട്, വണ്ടിക്കൂലി കൊടുക്കുന്നുണ്ട്. അത് ചോദിച്ചു, അതും തന്നില്ല. എത്ര കുട്ടികൾക്ക് പോകാൻ പറ്റുള്ളൂ, അത് അവർ ഓൾറെഡി പോയി. എനിക്ക് പോകണമെങ്കിൽ എൻ്റെ പേഴ്സണൽ ചിലവിൽ പോകാമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ആകെ ഡെസ്പായി. ഓൾറെഡി ഇങ്ങനെ ഇതിൽ നിൽക്കുകയാണ്. പിന്നെ സാമ്പത്തികമായിട്ട് കയ്യിലില്ലാത്ത ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു ടൈമാണ്. നേരെ എന്ത് ചെയ്തു, എൻ്റെ കൂടെ അന്ന് എൻ്റെ ജൂനിയേഴ്സായിട്ടുള്ള 2-3 പയ്യന്മാരും പിന്നെ എൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള സോലി പറഞ്ഞൊരു പയ്യൻ, ഞങ്ങൾ 4 ആൾക്കാർ എന്ത് ചെയ്തു, നേരെ പോയി. ഒരിടെ ചോദിച്ചു നിങ്ങൾ പോരെന്ന് ചോദിച്ചാണോ. ഓല അപ്പം ആ ഡ്രസ്സിൽ എൻ്റെ കൂടെ പോയി. ഞാനൊരു ഡ്രസ്സൊന്നും കയ്യിലില്ല. മീൻസ് പെട്ടെന്ന് ഞങ്ങൾ അവിടുന്ന് പോയി. ഏകദേശം രാവിലെ അന്ന് ബട്ടിണ്ടിയിൽ നമ്മൾ നേരെ എന്ത് ചെയ്തു, ഹരിയാനയിൽ പോയി. അവിടെ എത്തുന്നതൊക്കെ കോമഡിയാണ്, കാരണം കയ്യിൽ പൈസ അല്ല. ഇവരൊക്കെ കോട്ടും സൂട്ടൊക്കെ ഇട്ടാണ് നിൽക്കുന്നത്. അതിൽ ലാസ്റ്റ് അവിടുന്ന് ഒരു വാടകയ്ക്ക് ഒരു കോട്ടൊക്കെ എടുത്താണ് നേരെ പോയി കോമ്പറ്റീഷന് പങ്കെടുത്തു. അതിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഒരാൾക്ക് 3rd പ്രൈസ് കിട്ടി. കാരണം ആ ചെക്കന്മാരായിട്ട് നമുക്ക് നല്ല കമ്പനിയാണ്. അതിൽ ടീച്ചർമാരാണ് ആ സമയത്ത് കുറച്ചൊരു നമ്മളായിട്ടൊരു ഇതുണ്ടായിരുന്നത്. ആ ടീച്ചർ ഇപ്പോൾ അവിടെ അല്ല. എനിക്ക് ക്യാമറ തരണ്ടെന്ന് പറഞ്ഞ ആൾ നേരെ എന്ത് ചെയ്തു, ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തു. ഫോട്ടോഗ്രാഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ഫോട്ടോസ് എടുത്ത് അതിൽ ആ ഫോട്ടോസിന് എൻ്റെ പേരിൽ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വേറെ ക്യാമറ എനിക്ക് തന്നില്ലല്ലോ. ഓനതിൽ 3ാം സ്ഥാനം കിട്ടി. അതിൽ ഭയങ്കര സംഭവമായിട്ട് അതിങ്ങനെ മാറി നിൽക്കുന്ന സമയം. പിന്നെ ആ ഒരു ഫെസ്റ്റിവലിൽ ഏറ്റവും വലിയൊരു കോമ്പറ്റീഷൻ നടക്കുന്നത്, ഓവറോൾ ചാമ്പ്യൻഷിപ്പിനേക്ക് ലീഡ് ചെയ്യുന്ന ഒരു കോമ്പറ്റീഷൻ പറയുന്നത് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലാണ്. ഇന്ത്യയിലെ 36 യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഏകദേശം 1300ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന 1300ഓളം എൻട്രികൾ വന്ന ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ കേട്ടോ. അതിൽ നമ്മളെ നമ്പർ 1 ഫസ്റ്റത്തെ അത് എക്സിബിറ്റ് ചെയ്തു. പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ നമുക്കൊരു ടോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫിലിം ഫെസ്റ്റിവലിൽ പോകുമ്പോഴുള്ള ആ ഒരു വേദിയും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കാണ്ട് നമ്മുടെ സിനിമയെ കുറിച്ച് ഓരോരുത്തർ വന്ന് സംസാരിക്കുന്നു. അങ്ങനെ പല രീതിയിലുള്ള ഒരു കണക്ഷനും കാര്യങ്ങളും കിട്ടി. അങ്ങനെ വൈകുന്നേരം 6 മണിക്ക് കംപ്ലീറ്റ് 2-3 ദിവസം നീണ്ടുന്ന പ്രോഗ്രാമാണ്. അങ്ങനെ അതിന് മുന്നേ ഷോർട്ട് ഫിലിമുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ദിവസത്തെ ഫസ്റ്റ് എൻട്രി നമ്മൾ തീരും. അതിലങ്ങനെ ഓവറോൾ ചാമ്പ്യൻഷിപ്പിലേക്ക് ലീഡിങ് ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി, പാട്യാല യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ ജാമിയ മില്ലിയ, അങ്ങനെ പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും കുട്ടികളൊക്കെ പങ്കെടുക്കുന്നതാണ്. ലാസ്റ്റ് അനൗൺസ് ചെയ്ത സമയത്ത് ഫസ്റ്റ് 3rd പ്രൈസ് അനൗൺസ് ചെയ്തു. അതിൽ ഏതോ യൂണിവേഴ്സിറ്റി കിട്ടി. 3rd പ്രൈസ് 2 ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ 2nd പ്രൈസ് 2 ഇതിലുണ്ടായിരുന്നു. ഫസ്റ്റ് പ്രൈസ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വിറക്കുക. കാരണം കുട്ടികൾ എൻ്റെ പിള്ള കുട്ടികളൊക്കെ ഇത് നമുക്കാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര പേടി. അമിതവിശ്വാസം, അമിതമായിട്ടുള്ള ആത്മവിശ്വാസം നമുക്ക് ഇതിലാണല്ലോ. അപ്പം ഞാനെന്ത് ചെയ്തു, ഞാൻ ഒന്നും വിചാരിച്ചാൽ അങ്ങനെ ഇരുന്നു. പിന്നെ ഉണ്ട് ആങ്കർ ഉണ്ട്, അത്യാവശ്യം സെറ്റപ്പ് പരിപാടി. അതിൽ ആങ്കർ ഇങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ മൈക്കണം, ആരാണ് ജയിക്കുക അങ്ങനെ വരിക. ലാസ്റ്റ് എൻ്റെ അടുത്തെത്തി. എനിക്ക് വർത്താനമല്ല, ഞാൻ ഒരു ഭാഗത്തിരിക്കുക. അതിന് കുറച്ച് മുടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, താടി കുറച്ച് ടൈമാണ്.
ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് എന്നാണ് പറയല്. പട്ടച്ചോനെ എനിക്കിങ്ങനെ വിറക്കുക, ഞാൻ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് പല്ലിങ്ങനെ കൂട്ടിയിടിക്കുക, കുട്ടികളൊക്കെ ഇങ്ങനെ കൈ, അതായത് അങ്ങനത്തെ ഒരു മൊമെൻറ്റ്. എത്രങ്ങാനും ആളുകൾ അറിയാം. ലാസ്റ്റ് വേദിയിൽ ഞാൻ എത്തുന്നതിന് മുന്നേ കൂട്ടുകാരൊക്കെ എത്തി. ഞാൻ ഈ പറഞ്ഞ കൂട്ടിട്ട കുറേ സുഹൃത്തുക്കളുണ്ടല്ലോ, ഒക്കെ ഹിന്ദിക്കാരാണ്. ഓരൊക്കെ എത്തി നേരെ അവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്താണ്ട് നേരെ അവാർഡ് സെറമണിക്ക് ഞാൻ പോയി. എനിക്ക് പ്രൈസ് തന്ന് നേരെ അവിടുന്ന് പോയി. പിറ്റേ ദിവസം മാതൃഭൂമിയിലും അങ്ങനെ മാധ്യമ അങ്ങനെ കുറേ പത്രങ്ങളിലൊക്കെ ന്യൂസും കാര്യങ്ങളൊക്കെ വന്ന് നേരതായി. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ഇന്ത്യയിലെ 36 യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഏകദേശം 1200 കുട്ടികൾ പങ്കെടുത്തത്, 1200 എൻട്രികൾ വന്നാൽ നമുക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അതൊരു വല്ലാത്തൊരു അനുഭവം. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചില ആളുകൾ നമ്മളിൽ നിന്ന് തട്ടി മാറ്റും, പക്ഷെ പഠിച്ചവൻ നമ്മളിലേക്ക് എത്തിച്ചേരും അല്ലേ?